ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ സൈനിക ബലം നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ വർധനവിന് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപയുടെ വർധനവ് ഉണ്ടായേക്കാമെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. സപ്ലിമെന്ററി ബജറ്റിലൂടെ നൽകപ്പെടുന്ന ഈ വർധനവോടെ മൊത്തം പ്രതിരോധ വിഹിതം 7 ലക്ഷം കോടി കവിയുമെന്ന് വൃത്തങ്ങൾ പറയുന്നു. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2025-26 ബജറ്റിൽ സായുധ സേനയ്ക്കായി റെക്കോർഡ് വിഹിതമായ 6,81,00,000 രൂപ നീക്കിവച്ചിരുന്നു. ഈ വർഷത്തെ വിഹിതം 2024-25 6,22,00,000 രൂപയിൽ നിന്നും 9.2% ഗണ്യമായി വർദ്ധിച്ചിരുന്നു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അംഗീകാരം തേടുന്ന വർദ്ധിപ്പിച്ച ബജറ്റ് ഗവേഷണത്തിനും വികസനത്തിനും ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, മറ്റ് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനു വേണ്ടി ഉപയോഗിക്കും. BJP സർക്കാരിന്റെ ആദ്യ വർഷമായ 2014-15 പ്രതിരോധ മന്ത്രാലയത്തിന് 2.5 കോടിയോളം രൂപയാണ് അനുവദിച്ചത്. നിലവിലെ വിഹിതം എല്ലാ മന്ത്രാലയങ്ങളിലും വെച്ച് ഏറ്റവും ഉയർന്നതുമാണ്. ഇത് മൊത്തം ബജറ്റിന്റെ 13%. ഏപ്രിൽ 22 പെഹൽഗാം ഭീകരാക്രമണത്തിനും പാക് ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്കുള്ള ബജറ്റ് ഇത്രയധികം വർദ്ധിപ്പിക്കുന്നത്.